ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിഡ്സിൻ്റെ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, അതേപോലെ ക്യാപ്സിക്കം, ക്യാബേജ്, സവോള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം നമ്മൾ ഏതിലാണോ ഉണ്ടാക്കുന്നത് എടുത്തിട്ട് അതിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ ഒരു 4-5 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ട് അതൊന്ന് പീസ് ചെയ്ത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ സവാള കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. ഞാനൊരു ഹാഫ് സവാളയാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസ്. അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ കയ്യിലുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം. ആവശ്യത്തിന് കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് വേണം നമ്മളൊന്ന് വഴറ്റിയെടുക്കാൻ. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. പച്ചക്കറിയുടെ ആ ഒരു പച്ച ഇതൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കേട്ടോ. ഒന്നൊന്ന് കുക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അധികം കുക്കാവും വേണ്ട, നമുക്കൊന്ന് അതിൻ്റെ ഒരു ചെറിയ കടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കൾക്ക് ഒരുപാട് എരിവ് ഇഷ്ടമില്ലെങ്കിൽ നമുക്കതിനനുസരിച്ച് കുറയ്ക്കാം കുരുമുളക് പൊടിയുടെ അളവ് കേട്ടോ. പിന്നെ ഞാൻ ഒരു 2 ടീസ്പൂണ് വിനീഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 2 മുട്ട എടുത്തു. അതൊന്ന് വഴറ്റി നന്നായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ സൈഡിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. എഗ്ഗും പച്ചക്കറിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള റൈസ്, ഏത് റൈസാണ് നമ്മൾക്ക് എല്ലാം ബസ്മതി എടുക്കാം, അല്ലെങ്കിൽ നോർമൽ റൈസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നെയ്ച്ചോറിൻ്റെയൊക്കെ ഉള്ള റൈസ് എടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ എടുത്തത് നെയ്ച്ചോറിൻ്റെ റൈസാണ്. അപ്പം അതിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ റൈസ് നന്നായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി സോയാ സോസും കുരുമുളക് പൊടിയും വിനീഗറും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ അതേപോലെ മല്ലിച്ചപ്പും ഉണ്ടെങ്കിൽ നമുക്കതും കൂടി ഒന്ന് വിതറിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതേപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് നമുക്കിത് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.